നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഉരുളൊഴുകി ഒലിച്ചിറങ്ങി ഉരുകിത്തീർന്ന ഒട്ടേറെ ജീവിതങ്ങളുണ്ട് എൻ്റെ മണ്ണിൽ, വെള്ളരിമലയുടെ താഴ്വരയിൽ. അതിലൊരാളാണ് ഇത്തവണ എൻ്റെ കൂടെ. അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ അധികാരികളുടെ മുമ്പിൽ ദുരിതബാധിതനാണെന്ന് സമർത്ഥിക്കാൻ പോലും കഴിയാത്ത വിധം അശക്തനായിരിക്കുന്നു അദ്ദേഹം. അവരുടെ കണ്ണിൽ അദ്ദേഹം ദുരിതബാധിതനല്ല. പക്ഷേ ഈ ഉരുളിന്റെ സംഹാര താണ്ഡവത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഞങ്ങളിൽ ഒരുവനാണ് അയാൾ. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഞാൻ ഒരു 10-16 വർഷം ഗൾഫിൽ പോയി അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് ഒരു 4 മുറി റൂം കൂടെ ഉണ്ടായിരുന്നു. അതില് തുച്ഛമായ വാടകയായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ അതിൽ കുറെ ടീച്ചേഴ്സ് ആയിരുന്നു, അവരെല്ലാം പോയി. ഈ ഉരുൾ പൊട്ടിയപ്പോൾ എൻ്റെ 4ലും താമസിച്ചവർക്ക് സർക്കാർ ലിസ്റ്റിൽ വന്നിക്കുന്നു. എൻ്റെ അഡ്രസ്സിൽ എനിക്കും ഒന്നും കിട്ടിയില്ല, ഞാൻ ലിസ്റ്റിൽ പെട്ടിട്ടുമില്ല. അപ്പം ഇനി ഞാൻ എവിടെ ഈ നഷ്ടപരിഹാരത്തിന് ആരെടുത്ത് പോവും, എങ്ങനെ പോവും? ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മക്കൾ വിദ്യാഭ്യാസം, 4 മക്കളുണ്ട്, 3 ആളും പഠിക്കുന്ന കുട്ടികളാണ്. ഒരാൾ ഡോക്ടർ ആവാൻ പഠിക്കുന്നു. അവർക്കെല്ലാം നല്ലൊരു ഭീമമായ ഫീസ് എനിക്ക് വേണം. നമസ്കാരം, ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ് ഇത്, ചൂരൽമല, എൻ്റെ മണ്ണ്. ഞാൻ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം ഇത് അങ്ങ് അകലെയാണ്, അത് അവിടെയാണ് ഒരു വീട് വെച്ചിരുന്നത്. സ്വന്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അധ്വാനിച്ചൊരു വീട് വെച്ചത് ഇവിടെ. എൻ്റെ ജീവിതം, എൻ്റെ പൊതുപ്രവർത്തനം, 10-30 വർഷത്തെ പൊതുപ്രവർത്തനം ഈ മണ്ണിലായിരുന്നു. ഞാൻ പഠിച്ച വിദ്യാലയമാണത്. ഇത് ഈ കരീംകയെ പോലെ ഒരുപാട് ആളുകളുടെ സങ്കടം ഇന്ന് ഈ ഭൂമിയിൽ കണ്ണീരായിട്ട്, ആ ഒഴുകുന്ന പുഴ പോലെ കണ്ണീരായിട്ട് ഒഴുകുന്നുണ്ട്. കരീംക ഇവിടെ ഒരു 4 മുറികളുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. 4 കുടുംബത്തിന് അത് വാടക കൊടുത്തിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിക്കുക. ഒരു കുട്ടി ഡോക്ടറാകാൻ വേണ്ടി പഠിക്കുകയാണ്. അങ്ങനെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള വരുമാനം അതായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇദ്ദേഹമൊക്കെ നല്ല സന്തോഷമായിട്ടൊരു ജീവിതം നയിച്ചിരുന്നത്. പക്ഷെ ഇന്നൊരു ചോദ്യചിഹ്നം മാത്രമാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് ആളുകൾക്ക് ഇടയിൽ, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമാണ് ഇദ്ദേഹത്തിന്റെ. അത്തരം ആളുകൾക്കിടയിൽ മറ്റൊരു മുഖമാണ് ഇദ്ദേഹം. ബിൽഡിംഗ് ഓണേഴ്സ്, ഇവിടെ ഒരുപാട് കടമുറികൾ ഉണ്ടായിരുന്നു, ഒരുപാട് വാടക കൊടുത്ത കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കട ഉപയോഗിച്ച് കച്ചവടം നടത്തിയിരുന്ന ആളുകൾ വാടകക്കാർക്ക് ഗവൺമെന്റ് ഇല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ സഹായം നൽകി വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുകളുടെ പുനരധിവാസ ലിസ്റ്റിൽ പെട്ടു. പക്ഷെ ഇതുപോലെ ഈ ബിൽഡിങ്ങുകളുടെ ഓണർമാരായിട്ടുള്ള ആളുകൾ, അവരുടെ ഏക ആശ്രയം, ഏക വരുമാനമായിരുന്നു ഇത്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് എന്താണ് നഷ്ടപരിഹാരം എന്നോ അവരെ ഈ ലിസ്റ്റിൽ പോലും ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ സത്യസന്ധമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തുകയോ, ഗവൺമെന്റ് ആരാണ് അർഹര്, ആരാണ് അനർഹര്, ഇല്ലെങ്കിൽ ആരെയാണ് സഹായിക്കേണ്ടത്, ആർക്കാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എന്ന് പോലും കൃത്യമായിട്ട് നിർവചിക്കുവാനോ തിട്ടപ്പെടുത്തുവാനോ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. തികഞ്ഞ എന്താ പറയാ, കഴിവില്ലായ്മ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ, മനസാക്ഷിയില്ലായ്മ എന്നൊക്കെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ കരീംക പോലുള്ള ആളുകളെ പരിഗണിക്കപ്പെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ഈ മലയാളിക്ക് പ്രബുദ്ധർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതുപോലുള്ള ഒരുപാട് പേരുടെ ശാപവും കണ്ണീരും നമ്മുടെ കേവലം ഒന്നുമല്ലാത്ത ഒരു ജനതയാക്കി മാറ്റും. അതിന് ഇട നൽകാതെ കരീംക പോലുള്ള ആളുകളെ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വിഷമങ്ങൾ, പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ എല്ലാം പോയ ആളുകൾ, ഇവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല.